നല്ല ടേസ്റ്റും ഈസിയുമായ ബീഫ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പച്ചമസാലകളൊക്കെ ചതച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ കുഞ്ഞു ഉരുളിലാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കുക, അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 കഷ്ണം ഇഞ്ചിയും പിന്നെ 1 കൂട് വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പോളം വരുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ 5-6 പച്ചമുളകും. ഇതെല്ലാം കൂടി ചതച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇതിൽ ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ കുറച്ച് മാത്രം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് അതാണ്, നല്ലപോലെ ചായഞ്ഞ് വരണ്ട. അതുകൊണ്ടാണ് ഞാൻ ഉരുളിലിട്ട് ചതച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഈ ചതച്ചെടുത്തതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഇറച്ചിയും മസാലകളും ഒക്കെ കൂട്ടി മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിലുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 സ്പൂൺ കറിമസാലപ്പൊടിയും 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് തക്കാളി 1 ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിച്ചീരയും പുതിനയും. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 നാരങ്ങയുടെ പകുതി നീരും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. നല്ലപോലെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫ് 1 കിലോത്തോളം ഉള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്കത് ഇച്ചിരി ചാറോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇല്ല കുറിയ പരുവത്തിലാണ് വേണ്ടതെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഒരു 20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് താളിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് മല്ലിച്ചീരയും പിന്നെ കുറച്ച് പുതിനയും പിന്നെ 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മളുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.